യൂറോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ മനോഹരമായിട്ടുള്ള രാജ്യങ്ങളുടെ ഒരു കൂട്ടമാണ് യൂറോപ്യൻ കോണ്ടിനെൻറ്റ്. ഇവിടുത്തെ നഗരങ്ങളായിക്കോട്ടെ, ഇവിടുത്തെ തെരുവുകളായിക്കോട്ടെ, ഗ്രാമങ്ങളായിക്കോട്ടെ, അതുപോലെ തന്നെ കൊച്ചു കൊച്ചു വഴികളായിക്കോട്ടെ, എല്ലാതും കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ അവർ പ്രധാനമായും അവരുടെ ആ രാജ്യത്തെ മനോഹരമായി സൂക്ഷിക്കാനായിട്ട് അത്രയും നന്നായി അവർ കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ പോകുന്നത് ലാറ്റ്വിയയുടെ ക്യാപിറ്റലായിട്ടുള്ള റിഗയിലേക്കാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഈസ്റ്റർ ആയിരുന്നു. അപ്പോൾ 2025 ഈസ്റ്ററിൻ്റെ അന്നാണ് നമ്മൾ ഈ റിഗയിലേക്ക് പോകുന്നത്. ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തോന്നി ഇവിടെ വലിയ തണവൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നിയിട്ടാണ്. ബസ്സിലും വലിയ തണവൊന്നും അനുഭവപ്പെട്ടില്ല, പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല തണവ് ഫീൽ ചെയ്തിരുന്നു കേട്ടോ. റിഗ എന്ന് പറയുന്നതുണ്ടല്ലോ, ലാറ്റ്വിയയുടെ ക്യാപിറ്റൽ മാത്രമല്ല ഇവിടുത്തെ ഏറ്റവും വലിയ നഗരമാണ്. അതായത് ബാൾട്ടിക് മേഖലയിലാണ് ഈ ലാറ്റ്വിയ സ്ഥിതി ചെയ്യുന്നത്. ഏതൊക്കെയാണ് ബാൾട്ടിക് മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ എന്നറിയോ? ലാറ്റ്വിയ, ലിത്വേനിയ ആൻഡ് എസ്റ്റോണിയ. അതിൽ ലാറ്റ്വിയയുടെ റിഗയിലാണ് നമ്മളിപ്പോൾ ഇന്നുള്ളത്. ദൗഗവ എന്ന് പറഞ്ഞിട്ട് ഒരു നദിയുണ്ട്. ആ നദിയുടെ തീരത്താണ് നമ്മളുടെ റിഗ സ്ഥിതി ചെയ്യുന്നത്. യൂറോപ്പിലത്തെ പണ്ടത്തെ പൈതൃകങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാതും കൂടുതലായിട്ടും കിട്ടിയിട്ടുള്ളത് ഈ റിഗയ്ക്കാണ് കേട്ടോ. 1201 റിഗ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം സ്ഥാപിതമായിട്ടുള്ളത്. റിഗയുടെ ഓൾഡ് ടൗൺ എന്ന് പറയുന്നത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ്. ഇവിടുത്തെ കെട്ടിടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള കെട്ടിടങ്ങളാണ് ഇവിടെ ഉള്ളത് മുഴുവനും. ഗോത്തിക്ക്, ബറോക്ക്, ആർട്ട് നവോ എന്നിവയാണ് ഈ 3 രീതിയിലുള്ള കെട്ടിടങ്ങൾ. ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് ആർട്ട് നവോ എന്ന് പറയുന്ന രീതിയിലുള്ള കെട്ടിടങ്ങളാണ്. ഇതിൽ ഇങ്ങനെയുള്ള കെട്ടിടങ്ങൾ കാണുന്നതിൽ 1ാം സ്ഥാനത്ത് തന്നെയാണ് റിഗ നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം ഹൗസ് ഓഫ് ബ്ലാക്ക് ഹെഡ്സ് എന്ന് അറിയപ്പെടുന്ന സ്ഥലമാണ്. അതായത് റിഗയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു കെട്ടിടമാണ് ഇത്. ഇവിടെ പണ്ട് കാലത്ത് എന്ന് വെച്ചാൽ കല്യാണം കഴിക്കാത്ത ജർമ്മൻ വ്യാപാരികളുണ്ടല്ലോ, അവരുടെ ഒരു സംഘടന ഉണ്ടായിരുന്നു. ആ സംഘടനയുടെ പേരായിരുന്നു ബ്രദർഹുഡ് ഓഫ് ബ്ലാക്ക് ഹെഡ്സ്. ഇതിൻ്റെ മുമ്പിലായിട്ട് തന്നെ നമ്മൾക്ക് വിനോദത്തിന് വേണ്ടിയിട്ട് അവർ ഒരു സൂത്രം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഒരു ബിൽഡിംഗ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് പൈപ്പ്സ് ഉപയോഗിച്ചിട്ട് അവരിങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ മുഴുവനും നമ്മളുടെ അരങ്ങുണ്ടല്ലോ, ആ അരങ്ങിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ നല്ല കാറ്റുണ്ട് അവിടെ. അപ്പോൾ അതിനുള്ളിൽ കൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക രസമാണ്, കാണാനും നല്ല ഭംഗിയുണ്ട്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു രസകരമായ ഒരു അനുഭവം അതാണ് അവിടെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഒരു ഇളം കാറ്റുള്ളത് കൊണ്ട് ഒരു നല്ല തണവോട് കൂടിയിട്ട് നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അത് കുട്ടികളായാലും മുതിർന്നവർക്കായാലും ഭയങ്കര അധികം ഇഷ്ടമായി. പിന്നെ അപ്പുറത്ത് തന്നെയായിട്ട് അവിടെ ഒരു ഊഞ്ഞാൽ വെച്ചിട്ടുണ്ട് അവർ. ആ ഊഞ്ഞാലിലാണെച്ചാലും കുട്ടികളായാലും വലിയവർക്കായാലും ഇരുന്നാടാനായിട്ട് പറ്റും. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കിങ്ങനെ ഇങ്ങോട്ട് പുറത്തേക്ക് വരാനായിട്ട് പറ്റും. അതായത് ഇതിന് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സംഭവം ഒന്നല്ല, അതൊരു ഓപ്പൺ ആയിട്ടുള്ള സംഭവം, വിനോദത്തിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. ഇവിടെയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മളോടൊക്കെ സൗഹൃദപരമായിട്ട് പെരുമാറുന്ന ആൾക്കാരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ ആൾക്കാർക്ക് നമ്മളോടൊക്കെ വലിയ ഇഷ്ടമാണ്. ഇന്ത്യൻസ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഹൗസ് ഓഫ് ബ്ലാക്ക് ഹെഡ്സ് എന്ന് പറയുന്നത് റിഗയിൽ കാണുന്ന ഒരു ഗാത്തിക് ശൈലിയിലുള്ള കെട്ടിടമാണ്. ഇത് 14ാം നൂറ്റാണ്ടിലാണ് ഈ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് ഈ കെട്ടിടം ഇപ്പോൾ ഉള്ളത് പഴയ ഓൾഡ് സിറ്റി ഉണ്ടല്ലോ റിഗയിലത്തെ, അതിൻ്റെ സെൻറ്ററിലായിട്ട് തന്നെയാണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ആർക്കിടെക്ചറൊക്കെ ഉണ്ടല്ലോ നല്ല ഭംഗിയായിട്ടാണ് കാണാനായിട്ട്. നമുക്കിങ്ങനെ കുറേ നേരം നോക്കി നിൽക്കാനായിട്ട് തോന്നും. അമ്മാതിരി ഒരു ആർക്കിടെക്ചറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല രസമുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു അത്. സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് ഈ കെട്ടിടം ഒരു പരിധി വരെയൊക്കെ നശിച്ചു പോയതായിരുന്നു. പക്ഷേ പിന്നീടും അത് ഇതേ രീതിയിൽ തന്നെ നിർമ്മിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇതിൽ 3 രീതിയിലുള്ള ശൈലികളും ഉപയോഗിച്ചിട്ടുണ്ട് ഈ കെട്ടിടത്തിൽ. അതായത് ഗാത്തിക്കും റിനൈസൻസും ബാരോക്ക് ശൈലികളും 3 രീതിയിലുള്ളതും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ആ കാണുന്നതുണ്ടല്ലോ, ആ കാണുന്നത് ഒരു ചർച്ചാണ്. ഇപ്പം തന്നെ നമ്മൾ കണ്ടത് റിഗ ഡോം കത്തീഡ്രൽ എന്ന് പറയുന്ന ഒരു കത്തീഡ്രലാണ്. നമ്മൾ പിന്നീട് വിശദമായിട്ട് കാണും കേട്ടോ.
ഇവിടുത്തെ ഇടവഴികളൊക്കെ ഉണ്ടല്ലോ, നല്ല സുന്ദരമായിട്ടുള്ള ഇടവഴികളാണ്. അവിടെ നമുക്ക് ചപ്പുചവറുകളും വേസ്റ്റുകളും ഒന്നും കാണാൻ പറ്റില്ല. വേസ്റ്റ് ഇടാനായിട്ട് അവർ ബിന്നുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. അവിടെയുള്ള ആൾക്കാരെല്ലാവരും ആ സ്ഥലങ്ങളിൽ മാത്രമേ വേസ്റ്റ് ഇടുന്നുള്ളൂ. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ തണുത്ത ഒരു ക്ലൈമറ്റാണ്. കുറേശ്ശെ ഒരു തണവൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ക്ലൈമറ്റാണ്. അതുപോലെ തന്നെ അവിടുത്തെ പ്രകൃതിയാണെന്ന് വെച്ചാൽ ഭയങ്കര കൂളിംഗ് ആയിട്ടുള്ള ശാന്തമായിട്ടുള്ള ഒരു പ്രകൃതിയാണ്. അതുപോലെ തന്നെ അവിടുത്തെ ബിൽഡിങ്ങുകൾസ് എന്ന് വെച്ചാൽ എല്ലാം ചരിത്രവും മോഡേൺ ആയിട്ടുള്ളതും ഒക്കെ കൂടി കലർന്നിട്ടുള്ള ബിൽഡിങ്സുമാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം തന്നെ ഒരു സ്ഥലത്ത് നിന്നിട്ട് ആസ്വദിക്കാനായിട്ട് പറ്റും. പിന്നെ ഒരുപാട് ഇവിടെ മ്യൂസിയംസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പരിപാടികൾ നടത്താനുള്ള ഹാളുകളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കെട്ടിടങ്ങൾ, നമ്മൾക്ക് മരം കൊണ്ടുണ്ടാക്കിയ ഒരുപാട് കെട്ടിടങ്ങൾ ഇവിടെ കാണാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുപോലെ തന്നെ മിഡീവൽ പീരീഡിലുള്ള ഓൾഡ് ടൗണിലാണ് നമുക്കിതെല്ലാം തന്നെ കാണാനായിട്ട് പറ്റുന്നത്. വലിയ വലിയ ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ അവയുടെ ഡോറുകളും അതെ, നമ്മളുടെ മെയിനായിട്ടുള്ള എൻട്രൻസ് ഉണ്ടല്ലോ, ആ എൻട്രൻസിൻ്റെ വാതിലുകൾ തന്നെ വലിയ വലിയ വാതിലുകളായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മൾ പെട്ടെന്ന് നോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അതിലത്തെ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നമ്മുടെ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായി തീർന്ന പ്രദേശങ്ങളായിരുന്നു ബാൾട്ടിക് പ്രദേശങ്ങൾ. അപ്പോൾ ഈ റഷ്യയുമായിട്ട് ഗംഭീരമായ യുദ്ധം നടത്തിയിട്ടാണ് ഈ 3 രാജ്യങ്ങളും ഇവരുടെ സ്വാതന്ത്ര്യം നേടിയെടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും ഇപ്പോഴും അവരുടെ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നു എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമേ അല്ല. കാരണം അത്രയധികം യാതനകൾ ആ രാജ്യത്തുള്ള ആൾക്കാർ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ഉപദ്രവങ്ങൾക്ക് അവർക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നു എന്ന് പറയാൻ തന്നെ ഇഷ്ടപ്പെടാത്തത്. അവിടെ കണ്ട ഒരു സ്റ്റാച്ചു ആണ് കേട്ടോ അത്. 3 നമ്മളുടെ ഒരു പ്രത്യേക സൈസുള്ള എലി പോലെയുള്ള ഒരു ജീവിയുടെ ഇതാണ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഫേസാണ് 3 ഇങ്ങനെ അടക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഒരു പ്രത്യേക തരം സ്റ്റാച്ചു ആയിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നു. ഇവിടുത്തെ ഓരോ തെരുവുകൾക്കും ഓരോ ഇടനാഴികൾ പോലെയുള്ള ഓരോ സ്ഥലങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. കാണുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള പഴയ കാലത്ത് ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ബിൽഡിങ്ങുകളും അതിനിടയിലുള്ള ഇടവഴികളൊക്കെ ആയിരുന്നു ഇത്. ഇവർക്കെല്ലാവർക്കും തന്നെ ഒരുപാട് ദുരന്തത്തിൻ്റെ കഥയായിരിക്കും പറയാനുണ്ടാവുക. ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടാണ് ഈ ലാറ്റ്വിയ എന്ന് പറയുന്ന ഈ കൺട്രി സ്വാതന്ത്ര്യം നേടിയത്. ഈ റിഗയിലെ പ്രധാന ആകർഷണങ്ങൾ എന്ന് പറയുന്നത് ഹൗസ് ഓഫ് ബ്ലാക്ക് ഹെഡ്സും ടൗൺ ഹാൾസും പിന്നെ അതുപോലെ റോളണ്ടിൻ്റെ പ്രതിമയൊക്കെയാണ്. ഇന്ന് ടൂറിസ്റ്റുകളുടെ മെയിനായിട്ടുള്ള ഒരു അട്രാക്ഷൻ തന്നെയാണ് റിഗ എന്ന് പറയാനായിട്ട് പറ്റും. കാരണം ഒരുപാട് ഹെറിറ്റേജ് ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ നല്ലൊരു ഫോട്ടോഗ്രാഫറാണ്, അല്ലെങ്കിൽ നമ്മൾ പണ്ടത്തെ സ്ഥലങ്ങളും പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആസ്വദിക്കുന്ന ഒരാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആസ്വദിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ റിഗ ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഈസ്റ്റർ ആണെന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ പോകുന്ന വഴികളിൽ പല സ്ഥലങ്ങളിലും വീടുകളിലായാലും ശരി മറ്റ് പൊതുസ്ഥലങ്ങളിലായാലും ശരി നമുക്ക് ഈസ്റ്ററിൻ്റേതായിട്ടുള്ള ആഘോഷങ്ങളുടെ അവർ തയ്യാറാക്കി വെച്ചിട്ടുള്ള പല കാഴ്ചകളും കാണാനായിട്ട് പറ്റി. പല വീടുകളുടെ ആയാലും അവരുടെ വിൻഡോസിൻ്റെ ഒക്കെ അടുത്തായിട്ട് അവർ ഈസ്റ്ററിൻ്റേതായിട്ടുള്ള എഗ്സ് ആയിക്കോട്ടെ ബാക്കി ഐറ്റംസ് ആയിക്കോട്ടെ ഒക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ഐറ്റംസും നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റി. ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഐറ്റംസ് ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്കത് സുവനീഴ്സായിട്ട് വാങ്ങേണ്ടവർക്ക് വാങ്ങുകയും ചെയ്യാം കേട്ടോ. പക്ഷേ ഞങ്ങൾ ഇതൊന്നും സുവനീഴ്സായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അത് കൊണ്ടുവരാനായിട്ടുള്ള എളുപ്പം കൂടി നമ്മൾ നോക്കണമല്ലോ. ഓൾറെഡി നമ്മളുടെ ലഗേജൊക്കെ ഫുള്ളായിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും മാഗ്നറ്റുകൾ വാങ്ങുക എന്നുള്ളത് മാത്രമേ പിന്നെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഒരുപാട് ഐറ്റംസ് നമ്മളുടെ ബാഗിൽ വെച്ച് കഴിഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് പറ്റില്ല. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ ലഗേജുകൾ നമ്മൾ വാക്വമൊക്കെ വെച്ചിട്ടാണ് എപ്പോഴും നമ്മളുടെ ഡ്രസ്സുകളൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെയും നമ്മൾ ഒരുപാട് ഐറ്റംസ് വാങ്ങിച്ചു കൂട്ടിയാൽ നമുക്കത് വെക്കാനായിട്ട് പറ്റില്ല. അതും കൂടി നോക്കിയിട്ടായിരുന്നു പലരും ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് സുവനീഴ്സ് വാങ്ങുന്നവർക്ക് അങ്ങനെ ഒരുപാട് താല്പര്യമുള്ള ആൾക്കാർക്ക് നല്ലൊരു ഏരിയയും കൂടിയായിരുന്നു. റിഗയിലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള സുവനീഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നു.
ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഫ്രീഡം മോനുമെൻ്റാണ്. അതായത് ലാറ്റ്വിയൻ വാറിൽ ഒരുപാട് ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ബഹുമാനാർത്ഥം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഫ്രീഡം മോനുമെൻ്റാണ് ആ കാണുന്നത്. അപ്പോൾ ഞങ്ങളെ അടുത്ത് ആദ്യം ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു ആ ഭാഗത്തേക്ക് പോകാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞു. അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ പോലീസിൻ്റെ മാർച്ച് പാസ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളവിടെ ചെല്ലണമെന്ന് വെച്ചാൽ അവരാരും തന്നെ നമ്മളുടെ അടുത്ത് തടസ്സമൊന്നും പറഞ്ഞില്ല. നമുക്കവിടെ പോകാനും അത് നിന്ന് കാണാനും വീഡിയോ എടുക്കുന്നതിനും അവരാരും തന്നെ വിരോധമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തു. അതിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളായിക്കോട്ടെ പാർക്ക് പോലെയായിട്ട് അവർ നല്ല ഭംഗിയിലാണ് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയും പോയിട്ട് കുറച്ച് നേരമൊക്കെ ഞങ്ങൾ കറങ്ങിയിട്ടാണ് പോകുന്നത്. കണ്ടോ, ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു വെച്ചാൽ ഇത് മഞ്ഞുകാലത്തിന് മുമ്പുള്ള ഒരു സമയം ഉണ്ടാവുമല്ലോ, ഇല പൊഴിക്കുന്ന ആ ഒരു ഓട്ടം സീസൺ. ആ സമയത്ത് റിഗയാണത്ര യൂറോപ്യൻ കൺട്രികളിൽ ഏറ്റവും മനോഹരിയായിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള മരങ്ങളെല്ലാം അതും വ്യത്യസ്ത രീതിയിലായിരിക്കും ഇല പൊഴിയുന്ന ആ സമയത്ത് ഉണ്ടായിരിക്കുക എന്നാണ് ഞാൻ കേട്ടത്. പല വ്ളോഗുകളിലും ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ പക്ഷേ ഈ ഒരു ക്ലൈമറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. നമുക്ക് സുഖകരമായിട്ട് എല്ലാ കാര്യങ്ങളും ആസ്വദിക്കാനും കാഴ്ചകൾ കാണാനും പറ്റിയിരുന്നു. കാരണം പെട്ടെന്നൊന്നും ഇരുട്ടാവുന്നില്ലല്ലോ, മഞ്ഞുകാലം കഴിയുകയും ചെയ്തു. അപ്പോൾ അത് കാരണം നമുക്ക് എല്ലാ കാഴ്ചകളും കാണാനായിട്ട് പറ്റും. പക്ഷേ ഇങ്ങനെയുള്ള ചില നല്ല ഭംഗിയുള്ള കാര്യങ്ങൾ നമുക്ക് മിസ്സാവുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് തന്നെ. കാരണം മഞ്ഞിൻ്റെ കാലം കഴിയുമ്പോൾ മഞ്ഞിനേൽ മുമ്പായിട്ട് നമുക്ക് ആ ഇല പൊഴിക്കുന്നതൊക്കെ കാണാമായിരുന്നു. പക്ഷേ ഈ സമയത്ത് അതൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ എങ്കിലും പ്രകൃതി ഭയങ്കര സുന്ദരിയായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. പുതിയ ഇലകളായിരുന്നു എല്ലാവിടെയും വന്നിട്ടുണ്ടായിരുന്നത്. മരങ്ങളൊന്നും വല്ലാണ്ട് പച്ചയായിട്ടില്ല, എന്നാലും ഒരുവിധം കണ്ടോ പുതിയ ഇലകളാണ് എല്ലാ മരത്തുമ്മിലും വന്നിട്ടുള്ളത്. ഇലയുടെ തളിരിലകളെന്ന് പറയില്ലേ, ആ സൈസിലുള്ള ഇലകളായിരുന്നു എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ തന്നെയായിട്ട് ടോയ്ലറ്റ് സൗകര്യം ഉണ്ടായിരുന്നു. അതിന് €1 മറ്റോ ആണ് കേട്ടോ ടോയ്ലറ്റിലുണ്ടായിരുന്നത്. അവിടെ താഴത്തേക്ക് പോയിട്ടായിരുന്നു ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടെ താഴേക്ക് പോയിട്ടായിരുന്നു ടോയ്ലറ്റ് സൗകര്യം ഉണ്ടായിരുന്നു. €1 മറ്റോ ആണ് ടോയ്ലറ്റിൻ്റെ അവിടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ മിക്ക സ്ഥലങ്ങളിലും നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതിന് പൈസ കൊടുക്കേണ്ടതായി വരും. പക്ഷേ അത് കൊടുത്തു കഴിഞ്ഞെന്ന് വെച്ചാലും നമുക്കതിൽ നഷ്ടമൊന്നുമില്ല. കാരണം നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് സൗകര്യമാണ് അവിടെ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ കണ്ടിരുന്നത്. നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷ പോലെ കണ്ട ഒരു വണ്ടിയായിരുന്നു അത് പക്ഷേ കുറച്ച് വലിയ ഒരു വണ്ടിയായിട്ട് അതിൽ കുറച്ചധികം പേർക്ക് തന്നെ ഇരിക്കാനായിട്ടും പറ്റുമായിരുന്നു. ഓപ്പൺ ആയിരുന്നു. അത് ഞാൻ അങ്ങനത്തെ വണ്ടി വേറെ ടൂറിസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാണാനായിട്ട് പറ്റും കേട്ടോ. ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉള്ള സ്ഥലങ്ങളിലുണ്ടല്ലോ മറ്റ് രാജ്യങ്ങൾ, തായ്ലൻഡിലൊക്കെ ഞങ്ങൾ പോയപ്പോൾ അവിടെയൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ. പിന്നെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ പോയിട്ടുള്ളത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഉച്ചക്കലത്തെ ലഞ്ചാണ്. അപ്പോൾ ഇത് കഴിക്കാൻ പോകുമ്പോൾ അവിടുത്തെ ഹോട്ടലാണ് ഇത്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഹോട്ടലും വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഭക്ഷണവും നമുക്ക് കാണാനായിട്ട് പറ്റി. ഇതിൻ്റെ മുന്നിൽ തന്നെ ആയിട്ട് ഒരു പാർക്ക് പോലെയാണ് അവരത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആ ഹോട്ടലിനെ. അവിടെ തന്നെയായിട്ട് ചെറിയ രീതിയിൽ സ്പീക്കർ ഇട്ടിട്ട് അവർ മ്യൂസിക്കും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും തന്നെ അവിടെയൊക്കെ നിന്നിട്ട് കുറേ അധികം നേരം ഫോട്ടോ എടുത്തതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കാനായിട്ട് പോയത്. കാരണം ഭക്ഷണം കഴിച്ച് വരുമ്പോൾ ഇനി നമ്മൾക്ക് ടൈം കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ ടൈം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നിരുന്നു. ഈസ്റ്ററിൻ്റേതായിട്ടുള്ള എഗ്സൊക്കെ അവിടെ ഗ്രൗണ്ടിലായിട്ട് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെറിയ ഈ ഒരു ഫൗണ്ടെയിൻ പറഞ്ഞില്ലേ, അവിടെയൊക്കെ നമുക്ക് കാണാനായിട്ട് ആ മ്യൂസിക്കിനനുസരിച്ചിട്ടായിരുന്നു ആ ഫൗണ്ടെയിനൊക്കെ ഉണ്ടായിരുന്നത്. നല്ലൊരു ഏരിയ ആയിരുന്നു അത്. പിന്നെ അതുപോലെ തന്നെ റോക്സൊക്കെ ഉണ്ടല്ലോ, അവിടെ റോക്സൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്ന മഷ്റൂമിൻ്റേതായിട്ടുള്ള ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ള റോക്സ് ആയിരുന്നു. ഇതായിരുന്നു ആ ഒരു ഹോട്ടലിന് വെച്ചാൽ ഒരു പ്രത്യേക ഭംഗി തോന്നുന്ന ഒരു ഏരിയ. അങ്ങനത്തെ ആയിരുന്നു ഈ ഒരു ഹോട്ടൽ. ഇതിൽ എങ്ങനെയായിരുന്നെന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾക്ക് ബെന്നീസിൻ്റെ വക ഒരാൾക്ക് €20 വെച്ചിട്ടുള്ള ഒരു
ഒരു കാർഡാണ് തരുന്നത്. അപ്പോൾ നമുക്ക് ഒരാൾക്ക് 20 യൂറോ വെച്ചിട്ടുള്ള ആ കാർഡ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് എന്ത് ഇഷ്ടമുണ്ടോ അത് നമുക്ക് അവിടെ നിന്ന് വാങ്ങാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഞങ്ങൾ നോക്കിയപ്പോൾ ഈസ്റ്റർ പ്രമാണിച്ചിട്ട് ഇവിടെയൊക്കെ മുഴുവനും അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. അതിൽ നമുക്ക് വാങ്ങാനായിട്ട് വേണമെന്ന് വെച്ചാൽ നമുക്കിതിൽ നിന്ന് ആവശ്യമുള്ള സംഭവങ്ങൾ വാങ്ങുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ട് അവർ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു അതൊക്കെ കാണാനായിട്ട്. ഞങ്ങളുടെ ഒപ്പം വന്ന മക്കൾക്കൊക്കെ ഭയങ്കര അധികം ഇഷ്ടമായി. എൻ്റെ മോൾക്കാണെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് തൊടാണ്ട് ഒരു മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല അവൾക്ക്. പക്ഷേ നിർബന്ധമായിട്ടും പറഞ്ഞിരുന്നു ഞങ്ങൾ അതൊന്നും തൊടരുത് എന്നുള്ളത്. സ്റ്റോണുമ്മ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരുപാട് കരകൗശലമായിട്ടുള്ള രീതിയിൽ അവരത് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ചിറക്കൊക്കെ കാണാനായിട്ടുണ്ടല്ലോ എന്ത് ക്യൂട്ടാണെന്നറിയോ, ഒരു പ്രത്യേക ഭംഗി, നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അവർ ആ ഈസ്റ്റർ എഗ്സിലും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഒരുപാട് സീറ്റുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മോളും ഞങ്ങളോടൊപ്പം മറ്റൊരു കുട്ടിയുണ്ടായിരുന്നു ടൂർ ഗ്രൂപ്പിൽ. അവളും കൂടിയിട്ട് കുറേ നേരം അവിടെ ഇരുന്നിട്ട് വർത്തമാനം പറയുകയും കളിക്കാനുള്ള സ്പേസസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഇവിടുത്തെ ഫുഡിൻ്റെ ഏരിയ ആണ് ഇത്. അപ്പോൾ നമ്മൾ ഈ കൂപ്പണും കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ഫുഡ് എന്തൊക്കെയാണോ അത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഞങ്ങൾ 5 പേരായത് കാരണം 5 കൂപ്പണാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ കരുതി ഇതെല്ലാം കൂടിയിട്ട് ഒന്നിച്ച് തന്നെ എടുക്കണമെന്ന്. അപ്പോൾ നമ്മളെന്താ ചെയ്തതെന്ന് വെച്ചാൽ പോയിട്ട് എല്ലാ സംഭവങ്ങളിൽ നിന്നും ഓരോന്ന് എടുത്തിട്ടിങ്ങ് വന്നു. എന്നിട്ടും ഞങ്ങളുടെ കയ്യിൽ പിന്നെയും പൈസ ബാക്കി ഉണ്ടായിരുന്നു ആ കൂപ്പണിൽ. അപ്പോൾ നമ്മൾ ആ കൂപ്പണിൽ ബാക്കി ഉണ്ടായിരുന്നുകൊണ്ട് 1 or 2 ജ്യൂസ് എടുത്തു. പക്ഷേ പിന്നീട് ഇത് വാങ്ങിച്ചൊക്കെ കഴിഞ്ഞ് മേശയിൽ ടേബിളിൽ ഇത് കൊണ്ടൊക്കെ വെച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അബദ്ധം പറ്റിയെന്ന് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒട്ടനവധി ഐറ്റംസ് ആയിരുന്നു. ഒട്ടനവധി എന്ന് വെച്ചാൽ ഇഷ്ടപ്രകാരമുള്ള ഐറ്റംസ്. ഇതെന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം ഇത്രയൊന്നും ഞങ്ങളെക്കൊണ്ട് കഴിച്ച് തീർക്കാൻ പറ്റില്ലായിരുന്നു. നമുക്കാണെങ്കിൽ ഇതറിയാത്തത് കൊണ്ടും ആക്രാന്തം കാണിച്ചിട്ടും വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അല്ലേ, എല്ലാം കൂടി വാരി വലിച്ച് കൊണ്ടുവന്നിട്ട് എന്താ നമുക്കിത് വേണ്ടി വന്നില്ല. പക്ഷേ നേരെ മറിച്ച് നമുക്ക് ജ്യൂസ് ഐറ്റംസാണ് നമ്മളതിൽ നിന്ന് കൂടുതലായിട്ടും എടുത്തിരുന്നെങ്കിൽ നമുക്ക് അത് വണ്ടിയിലേക്കെങ്കിലും എടുക്കാമായിരുന്നു. അപ്പോൾ വണ്ടിയിലിരുന്നിട്ട് നമുക്ക് പോകാൻ വഴിക്കോ അല്ലെങ്കിൽ പിറ്റേന്നോ എപ്പോഴെങ്കിലും ആ ജ്യൂസോ വെള്ളമോ എന്തെങ്കിലും ആണെന്ന് വെച്ചാലും അത് തീർക്കായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോഴേ എന്തൂട്ടനാവോ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് എടുത്തിട്ട് നോക്കുമ്പോൾ എന്താ നമുക്കത് കഴിക്കാൻ പറ്റണ്ടേ. ഭാഗ്യത്തിന് ഒരെണ്ണമൊക്കെ കേട്ടോ എടുത്തുള്ളൂ. അപ്പോൾ അതിൽ നിന്നൊക്കെ ടേസ്റ്റ് നോക്കി. പിന്നെ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നവർക്കും ഇതാർക്കും വേണ്ട. കാരണം എല്ലാവർക്കും ഈ എമൗണ്ടിന് തന്നെ വാങ്ങാമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും വാങ്ങിച്ചാലും അവരുടെ കയ്യിലൊക്കെ ഈ കൂപ്പൺ ബാക്കിയിരിക്കുകയാണ്. അപ്പോൾ ആർക്കും തന്നെ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. ഡെസേർട്ട്സും കുറേ അധികം ഉണ്ടായിരുന്നു കേട്ടോ. ഏത് തരത്തിലുള്ള ഡെസേർട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാനായിട്ട് പല തരത്തിലുള്ള ഡെസേർട്ട്സ് ഉണ്ടായിരുന്നു. അതൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ തെറ്റിപ്പോയത് മറ്റേ മെയിനായിട്ടുള്ള മെയിൻ കോഴ്സ് എടുക്കൂലേ നമ്മൾ, അങ്ങനെ മെയിൻ കോഴ്സ് എടുത്തതിലാണ് തെറ്റ് പറ്റിയത്. ചെറിയ ചെറിയ ഐറ്റംസ് വാങ്ങുകയാണെന്ന് വെച്ചാലും നമുക്കതെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാമായിരുന്നു. എങ്കിലും ഒരുവിധം ഐറ്റംസൊക്കെ എടുത്തു. അതൊക്കെ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ ബാക്കി ഉണ്ടായിരുന്നത് ഞങ്ങൾ കഴിക്കുന്നതിന് മുമ്പ് തന്നെ ബർഗർ വാങ്ങിച്ചെങ്കിലും അത് പൊട്ടിച്ചില്ല ഞങ്ങൾ. അപ്പോൾ പൊട്ടിക്കാണ്ടുള്ളത് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അത് അവിടെ കൗണ്ടറിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഞങ്ങളിത് ഉപയോഗിച്ചിട്ടില്ല, ഞങ്ങൾക്കിത് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ എന്തോ ഭാഗ്യത്തിന് അവരത് തിരിച്ചു വാങ്ങിച്ചു. കാരണം അത് തിരിച്ചു വാങ്ങിച്ചില്ല എങ്കിൽ നമ്മൾ ആ ഫുഡ് വേസ്റ്റായി പോയിരുന്നു. കാരണം ഒരുപാട് ഭക്ഷണം ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ബാക്കി നമ്മളെടുത്ത സ്നാക്സ് പോലുള്ള ഐറ്റംസും അതുപോലെ ചിപ്സും പൊട്ടറ്റോ ചിപ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കഴിച്ചു. ജ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ജ്യൂസൊക്കെ നമ്മൾ കയ്യിൽ പിടിക്കുകയും ചെയ്തു. പിന്നെ വെള്ളം എന്ത് വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എടുക്കാം കേട്ടോ. നമ്മൾക്ക് ആ 20 യൂറോയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് മൊത്തമായിട്ടും നമുക്ക് വാങ്ങാം എന്നുള്ളതാണ് ഈ ഒരു ഷോപ്പിൽ ഞങ്ങൾക്ക് ബെന്നീസ് തന്ന ഒരു വലിയൊരു ഓഫർ. അത് ഈസ്റ്റർ പ്രമാണിച്ചിട്ടോ എന്തോ എനിക്കറിയില്ല. ഗംഭീരമായിട്ടുള്ള ഫുഡ് തന്നെയായിരുന്നു. അല്ല, ബെന്നീസിൻ്റെ ഞങ്ങൾ പോയ ഈ സ്ഥലങ്ങളിൽ ഇത്രയും ദിവസം ഞങ്ങൾ 13 ദിവസത്തെ ഒരു ട്രിപ്പായിരുന്നു ബെന്നീസിനോടൊപ്പം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അതിൽ ട്രെയിനിൽ മാത്രം ആ ബ്രേക്ക്ഫാസ്റ്റ് സാൻഡ്വിച്ച് അത്രയ്ക്ക് അങ്ങോട്ട് ഗുണമായിട്ട് തോന്നിയില്ല. മറ്റ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്ന ഭക്ഷണം ലോക്കൽ ഫുഡും ഉണ്ടായിരുന്നു, അല്ലാത്തതും ഉണ്ടായിരുന്നു.
പിന്നെ ചില ഫുഡുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം കൂടിയിട്ട് അങ്ങനെ അങ്ങോട്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പേടിയുണ്ട്. കാരണം വയറിന് ചിലപ്പോൾ പണി കിട്ടിക്കഴിഞ്ഞെന്ന് വെച്ചാൽ പിന്നെ നമ്മൾക്ക് ഇത്രയധികം യാത്രകളൊക്കെ ഉള്ളതല്ലേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതൊക്കെ നോക്കിയിട്ടാണ് ഫുഡ് കഴിച്ചിരുന്നത്. എല്ലാം ടേസ്റ്റ് ചെയ്തിരുന്നെങ്കിലും ഒരുപാട് അങ്ങ് വാരി വലിച്ചിട്ട് ഒന്നും കഴിച്ചിരുന്നില്ല. എല്ലാത്തിൻ്റെയും ടേസ്റ്റ് അറിഞ്ഞിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതാ മുട്ടയിൽ നിന്ന് കോഴിക്കുഞ്ഞുങ്ങൾ വന്നിട്ട് അവയൊക്കെ ഇങ്ങനെ ഒരു ചൂട്ടത്ത് ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇതൊക്കെ കാണാനായിട്ടുണ്ടല്ലോ എന്തൊരു ഭംഗിയാണെന്നറിയോ. അത് ഒന്നും നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റുന്ന ഒരു ഇതല്ല. അത് ശരിക്കും കാണുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുക. അതിന് ശേഷം നമ്മളിതാ പുറത്തേക്ക് വന്നിട്ട് എല്ലാവരും തന്നെ ഞാൻ പറഞ്ഞില്ലേ അവിടെ ലൗഡിൽ സോങ്സൊക്കെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡാൻസിന് പറ്റിയിട്ടുള്ള പാട്ടുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എല്ലാവരും തന്നെ ഞങ്ങൾ കുറേ നേരം ഡാൻസൊക്കെ കളിച്ച് നല്ല രസകരമായിട്ട് ഞങ്ങൾ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ട് തന്നെയായിരുന്നു അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും പോകുന്നത്. ഒരു ഗ്രൂപ്പ് ടൂർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണൽ മാത്രമല്ല, പുതിയ ആൾക്കാരുമായിട്ടുള്ള ഒരു ബന്ധം കൂടിയാണ് ഒരു ഗ്രൂപ്പ് ടൂർ എന്ന് പറഞ്ഞു വെച്ചാൽ. നമുക്ക് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റുക, അവരുമായിട്ട് നമ്മൾ അത്രയധികം ഇടപഴകിയിട്ട് കുറച്ച് ദിവസങ്ങൾ ജീവിക്കുക, അതാണല്ലോ ഗ്രൂപ്പ് ടൂർ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ നോക്കുകയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ ഗ്രൂപ്പ് ടൂർ അത്രയും നന്നായി തന്നെ വിജയിച്ചു എന്ന് തന്നെ വേണം പറയാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പല സ്ഥലങ്ങളിലും ഈസ്റ്റർ എഗ്ഗുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഈസ്റ്റർ എഗ്ഗാണിത്. അപ്പോൾ മോളത് ഒന്ന് പൊന്തിച്ച് നോക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ അതിലവൾക്ക് വിജയിക്കാൻ പറ്റിയില്ല, അത് പൊക്കാനായിട്ട് പറ്റിയില്ല. എനിക്ക് തോന്നുന്നു അതെന്തോ സ്റ്റോണാണെന്ന് തോന്നുന്നുണ്ട്. നല്ല ഭാരം ഉണ്ടായിരുന്നു ആ എഗ്സിനൊക്കെ. പിന്നെ അവിടെ നിന്ന് തിരിച്ച് ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോകും വഴിക്ക് ഒരു പാർക്ക് കണ്ടു. ആ പാർക്കിൽ കണ്ട ഒരു ചെടിയാണിത്. നല്ല മഞ്ഞ കളറിലുള്ള നിറവ് പൂക്കളുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഏരിയ. ഒരു ബെഞ്ചൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. പാർക്കാണ്. ഒരുപാട് ആൾക്കാർ അവിടെ നടക്കാനായിട്ടും മറ്റും ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ കുറേയധികം ചെറി ബ്ലോസംസ് ഉണ്ടല്ലോ, അതവിടെ ഇഷ്ടപ്രകാരം തന്നെ പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു വലിയ പാർക്കാണ് കേട്ടോ അത്. പക്ഷേ ഞങ്ങൾക്ക് അവിടെ ഗൈഡ് കുറച്ച് സമയം മാത്രമേ തന്നുള്ളൂ. കാരണം ഞങ്ങൾക്ക് ഇനി പോകേണ്ടത് ഷിപ്പിലാണ്. സോ ഗൈഡ് പറഞ്ഞു നമ്മൾ ഈ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നേരം വൈകണ പോലെയല്ലല്ലോ നമ്മൾ ഷിപ്പിലൊക്കെ പോകാൻ വെച്ചാൽ ഷിപ്പൊന്നും നമുക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കില്ല. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് എത്തേണ്ടതായിട്ടുണ്ട്. എന്നാലും അവിടെ കുറച്ച് നേരം ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനായിട്ടും ഒന്ന് നടക്കാനായിട്ടും മക്കൾക്കായാലും ഞങ്ങൾക്കായാലും ഒന്ന് എന്താ പറയുക കുറേ നേരം ബസ്സിലൊക്കെ ഇരിക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ഫ്രഷ് ആവാനായിട്ടും ഒക്കെ ഈ ഒരു പാർക്കിൻ്റെ ഏരിയ നന്നായി സഹായിച്ചു. നല്ല രസമുള്ള ഒരു പാർക്കായിരുന്നു. ഒരുപാട് മരങ്ങളും അതുപോലെ ചെറി ബ്ലോസംസ് ആയാലും കുറേയധികം ഉണ്ടായിരുന്നു. നല്ല നല്ല ഭംഗിയുള്ള ഒരു പാർക്കായിരുന്നു അത്. ഈ ചെറി ബ്ലോസംസ് എന്ന് പറയുന്നത് എനിക്കറിയില്ല ഇത് യൂറോപ്പിലും ജപ്പാനിലും മാത്രമാണോ അതോ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടാവുമോ എന്നുള്ളത്. പക്ഷേ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഈ ചെറി ബ്ലോസംസിൻ്റെ. ഞങ്ങൾ വെള്ളയും കണ്ടിരുന്നു പല സ്ഥലങ്ങളിലും, ഈ ഒരു കളറും കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വെക്കുമ്പോൾ ഓരോ സംഭവങ്ങളും ഗ്രൂപ്പായി വെക്കുമ്പോഴല്ലേ അതിൻ്റെ ഏറ്റവും നല്ല ഭംഗി കാണുക. ആ ഒരു ഭംഗി ഈ പൂക്കൾക്കും ഈ പാർക്കിനും ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ടൂറിസ്റ്റുകളായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ രാജ്യക്കാർ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ, കാരണം ഗ്രൂപ്പുകളായിട്ട് ഇറങ്ങുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അത് കാരണം ടൂറിസ്റ്റുകളാണെന്ന് തോന്നുന്നു മിക്കവരും ഉണ്ടായിരുന്നത്.
ഈ റിഗയുടെ ഓരോ തെരുവുകളും നല്ല ഭംഗിയുള്ള തെരുവുകളായിരുന്നു. ഒരു ക്ലാസിക് ലുക്ക് നമുക്ക് എല്ലാവർക്കും ഒരു പ്രത്യേകമായ ഒരു ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള ഒരു ലുക്കായിരുന്നു ഇവിടുത്തെ തെരുവുകൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബീച്ച് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഗൈഡ് പറഞ്ഞു ഇവിടെ നിന്ന് ഇത്ര ദൂരം പോയി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാലാണ് ആ ബീച്ച് ഉള്ളത്. നിങ്ങളൊരു കാര്യം ചെയ്തോ, ആ ബീച്ചും കൂടി പോയി കണ്ടേക്ക്, കുറച്ചുകൂടി സമയമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തുനിന്നും നമ്മൾ അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് ഒരു 10 ഫോട്ടോ എടുക്കുകയാണെന്ന് വെച്ചാൽ അത് ഒരു 8 7 ആക്കി ചുരുക്കി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് പിന്നെയുള്ള കുറേയധികം സ്ഥലങ്ങൾ നമുക്ക് കാണാനായിട്ടുള്ള ഒരു അവസരം നമുക്ക് കിട്ടും. അല്ലാതെ നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ട് നിന്ന് ഫോട്ടോ എടുക്കണ പോലെ ഒരു സ്ഥലത്ത് പോയിട്ട് ഇഷ്ടംപോലെ വാരിയും കുരിയും ചറപറാന്ന് കുറേയധികം ഫോട്ടോസ് എടുത്ത് അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ഥലമേ കാണാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് നമ്മൾ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് ഇങ്ങനെയുള്ള ടൂറുകൾ പോകുമ്പോൾ. അപ്പോൾ നമ്മൾക്ക് ഒരു ബീച്ചാണ് ഇത്. അപ്പോൾ ഇവിടേക്കും കൂടി ഗൈഡ് പറഞ്ഞു വേണ്ടവർക്ക് നമുക്ക് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടം വരെ എത്തിയതല്ലേ, ആ നിലയ്ക്ക് ആ ബീച്ച് കാണാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഒരിക്കലും ഇനി അങ്ങോട്ട് പോകില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ബീച്ചിൻ്റെ അവിടം വരെ ഒന്ന് പോയി കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നടന്ന് കുറച്ച് ഫോട്ടോസ് എടുത്ത് ഗൈഡ് പറഞ്ഞ അതേ സമയത്ത് തന്നെ ഞങ്ങൾ തിരിച്ചെത്താനും ശ്രമിച്ചിരുന്നു കേട്ടോ. ആ ബീച്ചിൻ്റെ അടുത്ത് തന്നെയായിട്ട് റിസോർട്ട്സുകൾ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ആ ബീച്ചിൻ്റെ അടുത്തായിട്ടൊരു വലിയൊരു ആമയുടെ ഒരു രൂപം ഉണ്ടായിരുന്നു. ഇനി ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പോകുന്നത് ഷിപ്പിലേക്കാണ്. അപ്പോൾ ഷിപ്പിലേക്ക് പോകുന്നതിന് ഞങ്ങൾ നേരത്തെ തന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇനിയും കുറേയധികം സമയമുണ്ട്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞങ്ങൾ ഗ്രൂപ്പിലുള്ള എല്ലാ ആൾക്കാരും കൂടിയിട്ട് റീൽസ് എടുക്കാനായിട്ടുള്ള ഒരിതിലെത്തി. അങ്ങനെ റീൽസ് എടുക്കുകയാണ് ഇപ്പോൾ എല്ലാവരും കൂടിയിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ഒരുപാട് എൻജോയ് ചെയ്ത ഒരു ട്രിപ്പായിരുന്നു ഈ ട്രിപ്പ്. അതിനുശേഷം ഞങ്ങൾ ഷിപ്പിലൊക്കെ കയറി റീൽസൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞ് ഇതിനുള്ളിൽ ഇവിടെയായിരുന്നു നമ്മൾക്ക് റൂം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് കയറുമ്പോൾ നമ്മളുടെ ബസ് നമ്മളോടൊപ്പം വന്നിട്ടില്ല. സോ നമ്മൾ ലഗേജുകൾ നമ്മൾ ഒറ്റയ്ക്ക് എടുത്തിട്ട് ഇവിടേക്ക് കൊണ്ടുവരണം. ഇതിനുള്ളിൽ തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഡിന്നറും ഉണ്ടായിരുന്നത്. അപ്പോൾ ഡിന്നറൊക്കെ കഴിച്ച് ഡിന്നറെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് നമുക്ക് അവിടെ നിന്ന് പോയെടുക്കാം. ബുഫേ സിസ്റ്റം തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് നമുക്ക് പോയെടുക്കാം. കുറേ നേരം ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞപ്പോൾ റൂമിലൊക്കെ പോയി ഒന്നും കൂടി ഫ്രഷ് ആയതിന് ശേഷം പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഏറ്റവും മുകളിലുള്ള ഡെക്കിൽ വന്നു. ആ ഡെക്കിൽ ആ സമയത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങളുടെ ഗ്രൂപ്പ് മാത്രം കേട്ടോ. അപ്പോൾ വന്നതിന് ശേഷം കുറേ നേരം അവിടെ മുകളിൽ നിന്നിട്ട് കുറേ നേരം വർത്താനം പറഞ്ഞ് കുറേ നേരം തമാശകളൊക്കെ പറഞ്ഞ് ആ ഡെക്കിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നടന്നു. നല്ല തണവുണ്ടായിരുന്നു. അപ്പോൾ ചില സമയത്ത് സീറോനേക്കാളും താഴ്ന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും നല്ല കോട്ടും നല്ല പഞ്ഞിയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. പിന്നെ നമ്മളിങ്ങനെ ടൂറൊക്കെ പോകുമ്പോൾ കാഴ്ചകളൊന്നും കാണാതെ പരമാവധി കിടന്നുറങ്ങാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന ആ ടൂറിനൊരു അർത്ഥമില്ലാതാവുമല്ലോ. അപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവർക്ക് ഒരുപാട് പരിധികളുണ്ട്. എങ്കിലും പരമാവധി നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് അവിടുത്തെ ഒരു കാഴ്ചയും നഷ്ടപ്പെടില്ല. ഇവിടെയായിരുന്നു ഞങ്ങൾക്ക് രാത്രിയിൽ ഫുഡ് ഉണ്ടായിരുന്നത്. ഇനി എക്സ്പ്ലെയിൻ ചെയ്തത് നമ്മൾ വന്നപ്പോഴേ എങ്ങനെയാകാം തമാശ അറിയാം ശരി പറഞ്ഞിട്ടാ
ഇതുപോലുള്ളൊരു രാജ്യത്ത് പോയിട്ട് നമ്മളുടെ ദേശഭക്തി ഗാനങ്ങൾ കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അതൊരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. എല്ലാവരും അത്രയധികം സന്തോഷിച്ചൊരു നിമിഷമായിരുന്നു അത്. യൂറോപ്പിലെ പുതിയ കാഴ്ചകളുമായിട്ട് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.